ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് തായ്വാനീസ് സ്പെഷ്യലായിട്ടുള്ള കസ്റ്റല്ല കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു മുട്ട കേക്ക് പോലെയോ അല്ലെങ്കിൽ മുട്ട പുഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ലുക്കാണ് കേട്ടോ കാണാൻ. പക്ഷേ കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ലൊരു ബട്ടറി ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഇതിന് വരുന്നത്. പിന്നെ നമ്മൾ സാധാ കേക്കായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല, അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു കൊറിയർ വന്നേനു കേട്ടോ. ഇത് വലിയൊരു ബോക്സേനു ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കിയപ്പം ഗീക്ക് റോബോ കുക്കിൻ്റെ ഇലക്ട്രിക് പ്രഷർ കുക്കറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ആക്കാം ഇന്ന് കേക്ക് ഉണ്ടാക്കൽ. അങ്ങനെ ഇപ്പോൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ എപ്പോഴാണ് അൺബോക്സ് ചെയ്യണത്. ഇപ്പോൾ ബോക്സും കൊണ്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ സാധാ തുറക്കുന്ന പോലെ തുറക്കുകയാണ് കേട്ടോ. ഈ ഇലക്ട്രിക് കുക്കർ എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടേനു കേട്ടോ, പക്ഷേ ഇത്ര സൈസില്ലേനി. ഇത് നല്ല വലിയ സൈസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തുറന്ന് നോക്കിയപ്പം ഇതിൽ 1+1 ഇയർ വാറൻറ്റി ഉണ്ട്. അതായത് 1 ഇയർ സ്റ്റാൻഡേർഡ് വാറൻറ്റിയും പിന്നെ 1 ഇയർ എക്സ്റ്റെൻഡഡ് വാറൻറ്റിയും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വരുന്ന വേറൊരു പ്രത്യേകതയാണ് റെസിപ്പി ബുക്ക്. റോബോ കുക്കിൻ്റെ വലിയൊരു റെസിപ്പി ബുക്ക് ഉണ്ട്. ഇത് നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറേ റെസിപ്പീസ് ഉണ്ട് ഇതിൽ. റൈസ് ആയാലും കറികളായാലും ഡെസേർട്ട്സ് ആയാലും ഒക്കെ നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളുടെ റെസിപ്പീസ് കുറേ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു വിചാരം എന്തേനെന്ന് വെച്ചാൽ ഈ ഒരു ഇലക്ട്രിക് കുക്കറിൽ നമുക്ക് റൈസ് ഐറ്റംസ് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതായത് നമ്മൾ 1 പോട്ട് മീൽ എന്ന് പറയില്ലേ, ചിക്കനും അരിയൊക്കെ ഒരുമിച്ചിട്ടിട്ട് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക, പുലാവ് ഉണ്ടാക്കുക, അതൊക്കെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് കേക്ക് വരെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ ഇവരിത് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പാക്കിങ്ങും നല്ല ഉഷാറാണ്. പിന്നെ ഇത് 2 സിലിക്കൺ ആയിട്ടുള്ള സംഭവമാണ്. അത് നമുക്കിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡേഴ്സാണ്. ഇപ്പം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഈ ഒരു പോട്ട് നല്ല ചൂടുണ്ടാവും. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സിലിക്കൺ ഹോൾഡേഴ്സാണ് ആ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു പോട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഒരു മെഷറിങ് കപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഇലക്ട്രിക് കുക്കർ ആയതുകൊണ്ട് അതിനുള്ള വയറും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ ഒരു പോട്ട് നല്ല വലുപ്പവും പിന്നെ അതുപോലെ നല്ല ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ കാണിച്ചു തരാണ് ഇത് ഇങ്ങനെയാണ് വെക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ നമുക്കിനി ഇതിൽ എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ അവർ ആ ഒരു ബുക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അതിലെനിക്ക് തോന്നുന്നു പ്ലം കേക്കും പിന്നെ ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി അവർ കൊടുത്തിട്ടുണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരാദ്യം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് കുറേ എണ്ണുണ്ട്. റൈസ് കുക്ക് ചെയ്യാനാണെങ്കിലും പിന്നെ കറി അങ്ങനെയൊക്കെ ആക്കാനുള്ള വേറെ ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെത് നോക്കിയ സമയത്ത് അതിൽ ദാല് സെറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇതൊരു 6 ഇഞ്ചിൻ്റെ അലുമിനിയം കേക്ക് ടിന്നാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഓയിലാക്കിയിട്ടുള്ളത് ബട്ടർ പേപ്പർ നല്ലോണം അവിടെ സ്റ്റിക്കായിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. താഴത്തേക്ക് ഞാനിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ സൈഡിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൈഡിൽ ഇതാ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തേന്. പിന്നെ വേറൊരു പാത്രത്തിൽ ഞാൻ ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇതിപ്പം മൈദപ്പൊടിയും പിന്നെ നമ്മളെ കോൺഫ്ലോറും അത് രണ്ടും കൂടെ സെയിം അളവിലെടുത്തതാണ് കേട്ടോ. 1/2 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിൽ പകുതി ഭാഗത്ത് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക, ബാക്കി പകുതിയിൽ മൈദ ഇട്ട് കൊടുക്കുക. അതിനിപ്പം കുറച്ചൊന്ന് കൂടിയാലും കുറഞ്ഞാലും ഒന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അരിച്ചിട്ട് ഇതാ മാറ്റി വെച്ചേന്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു 1/3 കപ്പോളം പാലാണ്. സാധാ പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ യൂസ് ചെയ്യാം കേട്ടോ, കാരണം നമ്മളൊന്നും കൂടെ അത് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 100 ഗ്രാം ബട്ടറും വേണം. അപ്പോൾ ബട്ടറും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് അലിയിപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് പാല് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ മുട്ട ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാമെന്ന് വിചാരിച്ച് മുട്ടേൻ്റെ മഞ്ഞയും വെള്ളയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ കളർ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, നാടൻ മുട്ടയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞ വേറെയും പിന്നെ വെള്ള വേറെയായിട്ട് ഇതങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക.
പിന്നെ നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന എല്ലാ കാര്യങ്ങളും റൂം ടെമ്പറേച്ചറിൽ ആക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഈ റൂം ടെമ്പറേച്ചറിലാക്കുക എന്ന് പറയുമ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഒന്നുമില്ല, നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സമയം മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ തണുപ്പ് പിടിപ്പിക്കുക. അതിനാണ് റൂം ടെമ്പറേച്ചറിലാക്കുക എന്ന് പറയുന്നത്. ഇനി ബട്ടറും പാലും മെൽറ്റ് ചെയ്തതുണ്ടല്ലോ, അത് ചൂടോടെ തന്നെ ഈ ഒരു മൈദൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂട് ആറാൻ പാടില്ല കേട്ടോ, നല്ല ചൂടോടെ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിങ്ങനെ ഒഴിച്ചിട്ട് നമ്മളൊരു വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കട്ട കെട്ടിപ്പോവും കേട്ടോ. ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് ശരിക്കും എന്താ പറയുക, അങ്ങനെ പാല് പിരിഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇനി ആ മുട്ടൻ്റെ മഞ്ഞ ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്, അത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രീമി ആയിട്ട് വരും കേട്ടോ, നല്ല ഒരു ടെക്സ്ചറായിട്ട് വരുന്നുണ്ട്. അങ്ങനെ 4 മുട്ടൻ്റെ മഞ്ഞയും ഞാൻ ഇതിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി വെച്ചേന്. ഇനി നമുക്ക് ആ ഒരു മുട്ടൻ്റെ ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ടീസ്പൂണോളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതാ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടൻ്റെ വെള്ളം ഉണ്ടല്ലോ, അതിന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ കുറച്ച് നാരങ്ങനീര് ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ഡ്രോപ്പ് നാരങ്ങനീര് മതി കേട്ടോ. ഇനിയിപ്പോൾ നാരങ്ങനീരില്ലെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 2-3 ഡ്രോപ്പ് വിനീഗർ ചേർത്താൽ മതിയാവും. ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു കളറ്, ഒരു വൈറ്റ് കളറ് വരാനും പിന്നെ പെട്ടെന്ന് തന്നെ സ്റ്റിഫായി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാൻ അരക്കപ്പിലും കുറച്ച് കുറവായിട്ടാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് മധുരം നോക്കിയപ്പം ഇത്തിരി കുറവായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 3/4 കപ്പ് പഞ്ചസാരയൊക്കെ എടുത്തോളി. അപ്പോൾ നല്ല പാകത്തിനുള്ള മധുരം ഉണ്ടാവും. അങ്ങനെ പഞ്ചസാര മൊത്തത്തിൽ ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മുട്ടൻ്റെ മഞ്ഞ മിക്സ് ചെയ്ത സംഭവം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് തന്നെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറ് ഒരു ലൈറ്റ് മഞ്ഞ കളറൊക്കെ ആയിട്ട് വരെ. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുകയാണ്. ഇത് മിക്സാക്കുന്ന സമയത്ത് കുറച്ച് മെല്ലനെ ചെയ്യണം കേട്ടോ. ആ ഒരു വൈറ്റ് ഉണ്ടല്ലോ, എഗ് വൈറ്റ് ബീറ്റ് ചെയ്തത്, അതിൻ്റെ പൊന്തലൊന്നും പോകാനായിട്ട് പാടില്ല. മെല്ലനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിൻ ഉണ്ടല്ലോ, അതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതങ്ങനെ ഭയങ്കരമായിട്ട് പൊന്തി വരുമൊന്നുമില്ല. നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ പൊന്തി വരില്ല. പക്ഷേ ഇത് കുക്കാവുന്ന സമയത്ത് നല്ലോണം വീർത്ത് നിൽക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്ത് കഴിയുമ്പം ആ ഒരു വീർക്കലൊക്കെ താന്നു പോവുകയും ചെയ്യും. ഞാനിപ്പോൾ ഇതിൽ ട്രാപ്പായി നിൽക്കുന്ന എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഗീ ക്രോബോ കുക്ക് എടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് പവറിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രം ഉള്ളിൽ വെച്ച് കൊടുക്കുക. അത് ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്തതേനു. എന്നിട്ട് പിന്നെ ഓൺ ഓഫ് ആദ്യം നിൽക്കുക. അതിന് ശേഷം ഇങ്ങനെ സ്ക്രീനിൽ 000 പറഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ പിന്നെ സോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം. അതിൽ 30 സെക്കൻഡ്സ് ഇത് ചൂടാവും ഈ പാത്രം. ആ ഉള്ളിലുള്ള സംഭവം പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ചൂടായി തുടങ്ങുന്നുണ്ട്. ഞങ്ങൾ തൊട്ട് നോക്കിയേനു ചൂടാവുന്നുണ്ടോ എന്ന്. അതായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ കേക്ക് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള ഒരു മെഷറിങ് കപ്പ് ഉണ്ടല്ലോ, ആ കപ്പിൻ്റെ ഒരു 3-4 കപ്പ് വെള്ളമാണ് ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 4 കപ്പോളം വെള്ളം ഞാനിപ്പം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി വെള്ളം ഒന്ന് ചൂടായിട്ട് വരണം. അപ്പം ആ സോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ വെള്ളം ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ചൂടാവാനായിട്ട് തുടങ്ങിയിന്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കേക്ക് ടിൻ നേരിട്ട് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സാധനം ഇറക്കി കൊടുക്കുക. ഇതുപോലെ റിങ് ഉണ്ടാവുമല്ലോ, അത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം പിന്നെ നമ്മൾ ബാറ്റർ ആക്കിയിട്ടുള്ള ആ കേക്ക് ടിന്നും ഉള്ളിലേക്ക് വെക്കുക. ഇനി നമുക്കിതിൻ്റെ ലിഡ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ക്ലോസ് ചെയ്തതിന് ശേഷം വേണം അടുത്ത ഓപ്ഷൻ വെക്കാൻ, മീൻസ് അത് കുക്കാവാനുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ദാലിൻ്റെ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. പിന്നെ ഈ ഒരു പ്രഷറിൻ്റെ സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് വെക്കണം കേട്ടോ, ക്ലോസ് ചെയ്ത് വെക്കരുത്. പ്രഷർ പോകുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഇതാ ഈ ദാലിൻ്റെ പ്രീസെറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൽ കിടന്നിട്ട് ആയിക്കോളും. അപ്പം ഏകദേശം സമയമാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം ഇങ്ങനെ ആവി പോവാനായിട്ട് തുടങ്ങും കേട്ടോ ഉള്ളിൽ നിന്ന്. അപ്പം നമുക്ക് വേഗം മനസ്സിലാവാനായിട്ട് പറ്റും. പിന്നെ ഇത് സ്റ്റോപ്പ് ആവുന്നതിൻ്റെ മുന്നേ
മുന്നായിട്ട് ഇങ്ങനെ ബീപ്പ് സൗണ്ട് വരും, ബീപ്പ് 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു സമയമാകുമ്പം കുറച്ച് സമയം അങ്ങനെ വെക്കുക. ഈ പ്രഷർ കംപ്ലീറ്റ് റിലീസ് ആയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വന്ന് തുറന്ന് നോക്കിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ബലൂണ് പോലെ പൊന്തി വന്നത് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല രസത്തിൽ പൊങ്ങിയിട്ടുണ്ടേനു. പിന്നെ അത് ഇതാ അങ്ങനെ താന്നു പോയി. അപ്പോൾ ഏകദേശം ഒരു 30-40 മിനിറ്റിൻ്റെ അടുത്താണ് കേട്ടോ ഇത് ആവാനായിട്ട് എടുത്തത്. പിന്നെ ഇതേ മെത്തേഡിൽ നമുക്ക് കുക്കറിലും ആക്കിയെടുക്കാം കേട്ടോ. ഈ കേക്ക് സെയിം പോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. അങ്ങനെ സ്റ്റീം ചെയ്തെടുത്താൽ മതി. പക്ഷേ കുക്കറിൽ ചെയ്യുന്ന സമയത്ത് ആ പ്രഷറിൻ്റെ ഇതിടരുത്, വിസിലിടാതെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനിപ്പം കേക്ക് ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പം അത് കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ബട്ടർ പേപ്പർ മാറ്റിയിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ബട്ടർ അത്രയും ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ബട്ടറിൻ്റെ സ്മെല്ലും വന്നിട്ടുണ്ടേനു കേട്ടോ. അങ്ങനെ ഞാൻ സൈഡിലെ പേപ്പറും കൂടെ എടുത്ത് മാറ്റുകയാണ്. നല്ല ഫ്ലഫി ആയിട്ട് നിൽക്കുന്ന കേക്കാണ്. നമുക്കിപ്പം വൈകുന്നേരം ചായൻ്റെ കൂടെയും കോഫിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അത്ര ഹെവി അല്ലാതെ തോന്നുന്ന ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനൊരു പീസ് മുറിച്ചിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഉറച്ച പോലെ ഉണ്ടാവും. ബട്ടറൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണമല്ലേ, അപ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ട് പോവും. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് സമയം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കണം. അങ്ങനെ അതിൻ്റെ തണുപ്പൊക്കെ വിടിയിപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ചീസ് കേക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇങ്ങനെ തൊടുമ്പോൾ തന്നെ അങ്ങനെ അങ്ങ് പ്രസ്സായി പോകുന്ന പഞ്ഞി പോലത്തെ കേക്ക് എന്ന് പറയില്ലേ, അതാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്